സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിൽ ഇനി VS എന്ന രണ്ടക്ഷരം ഓർമ്മയാവുകയാണ്, ജ്വലിക്കുന്ന ഓർമ്മയാവുകയാണ്. ബിനിലും അർജുനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ബിനിൽ, അവസാനമായി വേലിക്കകത്ത് വീട്ടിൽ ഉറങ്ങുകയാണ് VS അച്യുതാനന്ദൻ. എന്താണിപ്പോൾ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് കാഴ്ച? ഒരു സമരമായിരുന്നു VS. അത് കാലങ്ങളേറെയായി മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട VS ആണ്. ഇന്നലെ രാത്രി ഏകദേശം 11:30ക്കാണ് AK സെന്ററിലെ പ്രദർശനം അവസാനിച്ചത്. അത് അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല, കാരണം അപ്പോഴും അണ പൊട്ടാതെ അല്ലെങ്കിൽ അണ മുറിയാതെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു സമയം തീരുമാനിച്ചിരുന്നു, അവിടേക്ക് 11:30 പരമാവധി ആളുകളുടെ പ്രദർശനം. ഏകദേശം നമ്മൾ രാത്രി മുഴുവൻ അവിടെ പ്രദർശനം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും ആളുകൾ കണ്ടു തീർത്തിട്ടുണ്ടാവില്ല, കാരണം അത്രത്തോളം ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ഏറ്റവും അവസാനം ആ നിമിഷം അവസാനിപ്പിച്ചതിൽ മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുവരിക, അതായത് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അവിടെ തീരുമാനിച്ച സമയത്തേക്ക് ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം വലിയ ആളുകളുടെ പങ്കാളിത്തം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് VSനെ അവസാനം ഒരു നോക്കാൻ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ആ സമയം പാർട്ടി തീരുമാനിച്ചത് ഏകദേശം 11 മതിയായ ശേഷം ഇവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുക, അവിടെ പ്രദർശനം ഉണ്ടാവുക. രാവിലെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് VS ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ ജീവിതം നയിച്ച വേലിക്കകത്ത് തറവാട്ടിലേക്ക് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടേക്ക് മൃതദേഹം ഏകദേശം ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം രാവിലെ 9 മണി മുതൽ ഉള്ളത് ദർബാർ ഹാളിലാണ്. ദർബാർ ഹാളിൽ ആളുകൾക്ക് കാണാനുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതത്തിലെ ആളുകൾ അദ്ദേഹത്തെ നോക്കാൻ അവസാനമായി, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകൾ അവിടേക്ക് ഒഴുകിയതിനു ശേഷം രാവിലെ 9 മണി മുതൽ ഏകദേശം 2 മണി വരെ ആ സമയം ഉണ്ടായിരിക്കുക ദർബാർ ഹാളാണ്, സെക്രട്ടറിയിലെ ദർബാർ ഹാളിലാണ്. അവിടേക്ക് നിരവധി ആളുകൾ, വലിയ ജനത്തിരക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ശേഷമാണ് അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. ആലപ്പുഴയിലെ വീട്ടിൽ പ്രദർശനം ഉണ്ടാകും. അതിന് ശേഷമാകും അവിടെ വലിയ ചുട്ടുകാട് അദ്ദേഹത്തിന്റെ സംസ്കാരം ഉണ്ടാവുക. എന്നാൽ ഇന്ന് വലിയ ജനസാഗരം അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം VS ഒരു സമര ജീവിതമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം നമുക്കറിയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് ഒരു ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം പലതവണ പാർട്ടിയുടെ നടപടി നേരിട്ട നേതാവാണ്. VS എന്നാൽ അത് ഒരു കാലത്തിന്റെ തന്നെ ആവേശമായിരുന്നു VS. ഇപ്പോഴും ആവേശമാണ് VS. വാനിലുയരെ ചെങ്കൊടി പറക്കാൻ ഉയരേകിയ സഖാവിനെ, പട്ടിണിയുടെ രാഷ്ട്രീയ ആലയിൽ മിനുക്കിയെടുത്ത വാരിക്കുന്തങ്ങളാൽ ജന്മിത്തത്തെയും രാജവാഴ്ചയെയും പൊരുതി കീഴടക്കിയ പോരാളിയെ, കേരളത്തിന്റെ പ്രക്ഷോഭ ചരിത്രത്തിലെ ചുവന്ന പൊട്ടായ പുന്നപ്ര വയലാർ സമരത്തെ, ആ സമര നായകനെ, സമരം തന്നെ ജീവിതം എന്ന ആത്മകഥാ പേരിനെയും അവസാന ശ്വാസം വരെയും അന്വർത്ഥമാക്കിയ പൊതുപ്രവർത്തകനെയാണ് ഇന്ന് മലയാളിക്ക് നഷ്ടമായിരിക്കുന്നത്, കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ഈ നൂറ്റാണ്ടുകളൊക്കെ പിന്നിട്ടിട്ടും ജനസഞ്ചയത്തെ ആവേശത്തിലാക്കാൻ മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ VS എന്ന രണ്ടക്ഷരത്തിന് അത് സാധിക്കുമായിരുന്നു. എല്ലാ കാലത്തും എല്ലാവരെയും ആവേശത്തിലാക്കാൻ VSന് കഴിയുമായിരുന്നു. ആലപ്പുഴ പുന്നപ്ര പറവൂർ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 അനിഴം നക്ഷത്രത്തിൽ ജനിച്ച VS അച്യുതാനന്ദനാണ് 102ാമത്തെ വയസ്സിൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. കേരളം എല്ലാ കാലത്തും കണ്ട, കേരളത്തെ അത്രമേൽ ആവേശത്തിലാഴ്ത്തിയ മറ്റൊരു സമരനായകനും നമുക്കൊപ്പം ഇല്ല എന്ന് തന്നെ അടിവരയിട്ട് പറയാം. ബിനിൽ തുടരുന്നുണ്ട്, നമുക്കിപ്പം ബിനിലെ പറയാം. 102 വയസ്സാണ് അദ്ദേഹത്തിന്. കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ പലതവണ അദ്ദേഹം ഈ ആശുപത്രിയിൽ എത്തിയതാണ് ചികിത്സയ്ക്ക് വേണ്ടി. ഈ സമയവും അല്ലെങ്കിൽ ഈ 102 വയസ്സിൽ തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷ ഏവർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൻ VA അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ ദിവസവും ആളുകൾ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ല തുടരുകയാണെങ്കിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന വാക്കുകളൊക്കെ മകന്റെ വാക്കുകളുള്ളപ്പോൾ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ നില വലിയ അതീവ
ഗുരുതരയിലേക്ക് പോയത്. ഏകദേശം 3 മണിയോടുകൂടി മുഖ്യമന്ത്രി അവിടെ SUT ആശുപത്രിയിലേക്ക് വരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വരുന്നു. മാത്രമല്ല തുടർന്ന് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം MV അടക്കമുള്ള ആളുകൾ അവിടേക്ക് വരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ രീതിയിലേക്ക് മാറുന്നു. അദ്ദേഹത്തിന്റെ ഒരു മരണം സംഭവിക്കുന്നപ്പോഴാണ് ഏകദേശം എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം 23-നാണ് അദ്ദേഹം ആശുപത്രിയിൽ തീർച്ചയായും 23-ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ സമയത്ത് നമുക്കൊരു ഒരു നെഞ്ചിരിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം എല്ലാ കാലത്തും പോരാളിയാണല്ലോ VS. അപ്പോൾ VS വീണ്ടും തിരിച്ചു വരും, VS വീണ്ടും തിരിച്ചെത്തും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ വാർത്തകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും VSന്റെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഓരോന്നും വരുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ VS ഈ ആശുപത്രിയിൽ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്ന് ഡോക്ടർമാരൊക്കെ പറയുമ്പോഴും VS തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും S രാമചന്ദ്രൻ പിള്ളയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയ ആ സമയം മുതൽ നമുക്ക് ഒരു നെഞ്ചിരിപ്പ് കൂടിയതാണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമുക്ക് പലതവണ നമ്മൾ ആശുപത്രി അധികൃതമായി സംസാരിച്ചിരുന്നു പലതവണ നേരത്തെ. കാരണം കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ആശുപത്രി തുടരുകയാണ്. ആ സമയത്തൊക്കെ ഈ ആശുപത്രിയിൽ ചില ആളുകൾ പറയുന്നത് നിങ്ങളത് അറിയാത്തതാണ്. കാരണം ഇതുപോലെ പലതവണയും VS ആശുപത്രിയിലേക്ക് വന്നിരുന്നു, ആരോഗ്യപരമായി തിരിച്ചു പോയിരുന്നു. ആ സമയത്തും പല സമയത്തും മാധ്യമങ്ങൾ അക്കാര്യം അറിയിച്ചിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഈ രീതിയിൽ കഴിഞ്ഞ ഒരു മാസമായി തുടരുമ്പോഴും അദ്ദേഹം തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ആശുപത്രിയിലെ അധികൃതരും വ്യക്തമാക്കിയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അവരും പങ്കുവച്ചതാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ആരോഗ്യമില്ല കാര്യമായി തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തതാണ്. അതുകൊണ്ട് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം തിരിച്ചു വരും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ സമരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് പാർട്ടിയോടാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ രീതിയിലും ഒരു സമരം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ശാരീരിക പ്രശ്നത്തിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ആ സമയത്താണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്തത്. പിന്നീട് ഏകദേശം വൈകിട്ടോടുകൂടി തന്നെ AK സെന്ററിലേക്ക് അദ്ദേഹത്തിന്റെ പൊതുദർശനം എത്തിക്കുകയും ചെയ്തു. ആ പൊതുദർശന സമയത്ത് അവിടെ വലിയ ഒരു ജനത്തിരക്ക്, പ്രത്യേകിച്ച് നമുക്കതിന്റെ ഒരു ഡ്രോൺ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. അണമുറിയാത്ത രീതിയിൽ വലിയ ക്യൂ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഇന്നലെ 11:30 AK സെന്ററിലെ പൊതുദർശനം അവസാനിപ്പിച്ചു. പക്ഷെ ആ സമയത്ത് പോലും അണമുറിയാത്ത ജനപ്രവാഹം അവിടേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സമയം കൃത്യമായി പാലിക്കണം. അതുകൊണ്ടാണ് അവിടെ ഇന്നലെ രാത്രി 11:30 പൊതുദർശനം അവസാനിപ്പിച്ചത്. ഇന്ന് അതിനുശേഷം വീട്ടിലേക്ക് ഈ തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹില്ല് ലോ കോളേജ് അടുത്തുള്ള ബാർട്ടൺ ഹില്ലിലെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേലിക്കകത്ത് വീടുണ്ട്. VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ആ വീട് തിരുവനന്തപുരത്തുമുണ്ട്. അവിടേക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചു. അവിടെയാണ് നിലവിൽ മൃതദേഹം ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടേക്കും വലിയ ഒരു ജനത്തിരക്ക് ഇവിടേക്കുമുണ്ട്. രാവിലെയും എന്തായാലും സ്വാഭാവികമായും ആ ജനത്തിരക്ക് ഇവിടെ ഉണ്ടാകും. അതിനുശേഷമാകും അദ്ദേഹത്തിന്റെ മൃതദേഹം സെക്രട്ടേറിയറ്റിലുള്ള ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുക. അവിടെയും വലിയ ജനത്തിരക്ക് ഉണ്ട്. നമുക്ക് ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു സംസ്കാര അദ്ദേഹത്തിന്റെ യാത്രയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഏകദേശം ഇന്നലെ രാത്രി AK സെന്ററിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആ രീതിയിലുള്ള ജനപ്രവാഹം, വലിയ ജനപ്രവാഹമുണ്ട്. നമ്മൾ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ ആയിരിക്കില്ല. ഉമ്മൻചാണ്ടി വലിയ ജനകീയനായ ആ രീതിയിൽ നേതാവ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയും. ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ജനങ്ങളുമായി എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ തലമുറയിലെ ആളുകൾക്ക് ഏറ്റവും എടുത്തു പറയാൻ മാത്രമല്ല പിന്നിൽ ഇപ്പോ VSന്റെ ആ ഒരു എല്ലാവരെയും ആവേശത്തിലാക്കുന്ന VSന്റെ പ്രസംഗങ്ങളും VSന്റെ ആ ഒരു ഭാഷാ ശൈലിയും ഒക്കെയാണ്, നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള സംസാരം. അതുപോലും രൂപാന്തരപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ നാൾ മുതൽ തന്നെ വലിയ ജനപ്രതി അദ്ദേഹത്തിനുണ്ട്. നമുക്ക് അറിയാത്തൊരു VS ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് കർക്കശക്കാരൊരു VS ഉണ്ടായിരുന്നു. ഒരു കാലങ്ങൾ കുറെ പാർട്ടിയുമായി കലഹിച്ചിരുന്ന അല്ലെങ്കിൽ കൃത്യമായി പാർട്ടിയുമായി വലിയ രീതിയിൽ അകൽച്ച ഉണ്ടായിരുന്ന ഒരു VS ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാം നായനായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, EMSമായിട്ടുള്ള പ്രശ്നം അറിയാം. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഒരു പരിധിക്ക് ശേഷമാണ് അദ്ദേഹം വലിയ ജനകീയനായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആ രീതിയിൽ മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് കലഹിക്കുന്ന ഒരു നേതാവായി
ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമുക്ക് പഴയ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ പിണറായിയുമായി ഉപമിക്കുന്ന അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ കലഹിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ കർക്കശക്കാരുടെ നേതാവായിരുന്നു ഒരു കാലത്ത് VS എന്ന ചില മാധ്യമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം VS എന്ന് പറയുന്നത് ജനകീയനായ നേതാവാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ സ്ത്രീ പീഡന കേസുകളൊക്കെ വരുമ്പോൾ അദ്ദേഹം എടുത്തുള്ള നിലപാട്, സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ ഉയർന്നു വന്ന ഒരു നേതാവെന്ന വിശേഷണമൊക്കെ അദ്ദേഹത്തിന് പലപ്പോഴുമൊക്കെ ഉയർന്ന് വരാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഈ മൂന്നാറിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, പ്രത്യേകിച്ച് 3 കരിമ്പൂച്ചകളുമായി അദ്ദേഹം മൂന്നാറിലേക്ക് ആ മല കയറി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജനകീയനായി നിൽക്കുന്നു. അങ്ങനെ പല പല വിഷയങ്ങൾ ആ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഉയർന്നു വരികയും ചെയ്തതാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ പ്രശംസിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ആ രീതിയിൽ ഉയർന്നു വന്ന പ്രത്യേകിച്ച് നേതാവാണ്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ആ ഘട്ടത്തിൽ മുന്നേ തന്നെ ഉയർന്നു വരികയും അല്ലെങ്കിൽ ആ രീതിയിൽ വരികയും ചെയ്യുന്ന നേതാവാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ നേതാവാണ്. ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളിൽ ഒരാൾ അവശേഷിക്കുന്ന നേതാവ് അദ്ദേഹം മാത്രമായിരുന്നു. എന്തായാലും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചോട് ചേർത്ത അല്ലെങ്കിൽ അതിന് വെള്ളവും വളവും ഒക്കെയായ നേതാവാണ്. അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മാത്രമല്ല ഈ അടുത്തിടെയാണ് അദ്ദേഹത്തെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മാരാരിക്കുളത്തെ തോൽവിയൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹം കടന്നു വരികയാണ്. ആ സമയത്താണ് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, അവിടെ പരാജയപ്പെടുകയാണ് അദ്ദേഹം ഉണ്ടായത്. അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയത്തിലൂടെ കടന്നു വരികയും പിന്നീട് പരാജയത്തിൽ മുന്നോട്ട് പോവുകയും വിജയം കൈവരിക്കുകയും ചെയ്ത നേതാവാണ് PS അച്യുതാനന്ദൻ. മലയാളികൾക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ നമ്മൾ ആളുകൾ പ്രതികരണം തേടിയതാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ കേസിലേക്ക് വരുന്ന ആളുകൾ പ്രതികരണം തേടുമ്പോൾ യുവതലമുറ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, VS നമുക്ക് മുന്നേ കടന്നുപോയ തലമുറയ്ക്കും മാത്രമല്ല ഇപ്പോൾ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും വലിയ മാതൃകയായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ കഴിയുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതകാലം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്, അദ്ദേഹത്തിന്റെ മരണം ഏറ്റവും പ്രധാനപ്പെട്ടതാവുകയും ചെയ്തത്. നിലവിലെന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം നിലവിലുള്ളത് ബാട്ടർ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലാണ് ഉള്ളത്. അവിടെ ഇന്ന് ഏകദേശം 9 മണിക്കാണ് ദർബാർ ഹാളിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോവുക. അവിടെ പൊതുദർശനം ഉണ്ടാകും, വലിയ ജനക്കൂട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നലെ AK അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തുമ്പോൾ തന്നെ വലിയ മുദ്രാവാക്യം വിളി, നമുക്കറിയാം നമ്മുടെ മുദ്രാവാക്യം വിളിയുടെ ഒരു രീതി നമുക്കറിയാം. കണ്ണേ കേരളെ VS എന്നാണ് നമ്മൾ വിളിക്കുക. പ്രത്യേകിച്ച് ഇന്നലെ നീളം മുഴങ്ങിയ ഒരു മുദ്രാവാക്യമാണ് കർണേ കേരളെ VS, നെഞ്ചിനുള്ള റോസാപ്പൂവിൽ ഒരു മുദ്രാവാക്യമാണുള്ളത്. അത് പ്രായഭേദമന്യേ പ്രത്യേകിച്ച് VSന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് SFIയുടെ ഒരു യുവതലമുറ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം വീട്ടിൽ ഈ വലിയ വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം ഉള്ളത്. ആ സമയത്തൊന്നും യുവതലമുറയ്ക്ക് അവർക്ക് വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മാധ്യമ വാർത്തകളിലൂടെ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ അങ്ങനെ വായിച്ചുള്ള അറിവ് മാത്രമാണ് VSനെ കുറിച്ച് ഉള്ളത്. ആ സമയത്ത് പോലും അവർ വിളിക്കുന്ന മുദ്രാവാക്യം കണ്ണേ കേരളെ VS, നെഞ്ചിനുള്ളിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ ഒരു സമരാവേശമാണ് VS. പ്രത്യേകിച്ച് ഇന്നത്തെ SFI സമീപകാലത്തെ സമരങ്ങളൊക്കെ നമുക്കറിയാം. ചെറിയ കുട്ടികളാണ്, ആ കുട്ടികൾ പോലും വിളിക്കുന്ന മുദ്രാവാക്യം അങ്ങനെയാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തെ, അവരുടെ രാഷ്ട്രീയ യാത്രയൊക്കെ സഹായിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് VS ആർക്കും അന്യമല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്നത് 2 ജനറേഷനായിരിക്കും, ചിലപ്പോൾ 90s കിഡ്സ്, 2K കിഡ്സ് എന്നൊക്കെ ആയിരിക്കും പറയുക. അങ്ങനെ തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായി അദ്ദേഹം